uses two main frequency ranges. രണ്ട് ഫ്രീക്വൻസി റേഞ്ചാണ് 5G യൂസ് ചെയ്യുന്നത്. FR1 ബാൻഡ്, FR2 ബാൻഡ്, സബ് 6 GHz ആൻഡ് മില്ലിമീറ്റർ വേവ്. സബ് 6 GHz അല്ലെങ്കിൽ FR1 ബാൻഡ് ബിലോ 6 GHz ആണ്. 600 MHz മുതൽ 600 GHz മുതൽ ഒരു 6 GHz വരെ വരുന്ന ഒരു റേഞ്ചാണ് സബ് 6 GHz വരുന്നത്. അർബൻ ആൻഡ് റൂറൽ കവറേജ് ഏരിയയാണ്. ഇതിന്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ 4Gന്റെ സ്പീഡാണ്. 5G ടെക്നോളജി ആണെങ്കിലും 4Gന്റെ സ്പീഡാണ് സബ് 6 GHz വരിക. മീഡിയം ടു ഹൈ സ്പീഡ് വൈഡ് കവറേജ് ഏരിയ ആയിരിക്കും. ഇനി മില്ലിമീറ്റർ വേവിന്റെ പ്രത്യേകത 24 GHz മുകളിൽ വരുന്ന ഫ്രീക്വൻസി ബാൻഡാണ് മില്ലിമീറ്റർ വേവ്. FR2 ബാൻഡാണ്. ഇവിടെ ഹൈ സ്പീഡ്, വെരി ഹൈ സ്പീഡാണ് Gbps റേഞ്ചിൽ തരുന്നത്. FR2 ബാൻഡ് ഉള്ളതുകൊണ്ടാണ് വളരെ ഷോർട്ട് റേഞ്ച് ആണ്. കാരണം പിന്നെ പെനിട്രേഷൻ പവർ വളരെ കുറവാണ്. 4 പെനിട്രേഷൻ ആണ് മില്ലിമീറ്റർ വേവിന് വരുന്നത്. എക്സ്ട്രീംലി ഹൈ സ്പീഡാണ്, പൂർ പെനിട്രേഷൻ ആണ്. പൂർ പെനിട്രേഷൻ ആയതുകൊണ്ട് നീഡ് മെനി സ്മോൾ സെൽസ് ക്ലോസ് ടുഗദർ. ഓക്കെ, ഒരു ക്ലോസ് സ്റ്റേഡിയം, മാൾ, ഡെൻസിറ്റീസ് അങ്ങനെ ചെറിയ ഷോർട്ട് റേഞ്ച് ഭാഗത്താണ് മില്ലിമീറ്റർ വേവ് വരുന്നത്. 5Gയിലെ ഹൈ സ്പീഡ് നൽകുന്നത് മില്ലിമീറ്റർ വേവ് ആണ്. 5Gയിൽ വൈഡ് കവറേജ് നൽകുന്നത് സബ് 6 GHz റേഞ്ച് ആണ്. 5G allows connecting many IoT devices efficiently. Which feature of 5G allows connecting many IoT devices efficiently? The answer is MMTC, Massive Machine Type Communication. IoT device, many IoT deviceൽ വരുന്നത് MMTC ആണ്, Massive Machine Type Communication. Beamforming helps in. ഓക്കെ, ബീംഫോമിംഗ് എന്താ ചെയ്യുന്നത്? 5Gയിൽ ഉപയോഗിക്കുന്ന മിമോ വരുമ്പോൾ, ബീംഫോമിംഗ് വരുമ്പോൾ ഡയറക്റ്റിംഗ് സിഗ്നൽസ് ടുവേർഡ്സ് യൂസർ, ഹൈലി ഡയറക്ഷൻ ആയിട്ട് മാറും ബീംഫോമിംഗ്. ഡയറക്റ്റിംഗ് സിഗ്നൽസ് ടുവേർഡ്സ് യൂസേഴ്സ്. അടുത്തത്, ദ ഫസ്റ്റ് കമേഴ്ഷ്യൽ 1G നെറ്റ്വർക്ക് വാസ് ലോഞ്ച്ഡ് ഇൻ. ജപ്പാനിലാണ് ഫസ്റ്റ് കമേഴ്ഷ്യൽ 1G നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്തത്, ജപ്പാനിലാണ്. NMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നോർഡിക് യൂറോപ്പിൽ വരുന്ന ടെക്നോളജിയാണ് നോർഡിക് മൊബൈൽ ടെലിഫോൺ. അത് യൂറോപ്യൻ കൺട്രീസിലാണ്, അല്ലെങ്കിൽ നോർഡിക് കൺട്രീസ് എന്നും കൂടി പറയും. വിച്ച് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് വീഡിയോ കോളിംഗ്? വീഡിയോ കോളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വീഡിയോ കോളിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 3G തേർഡ് ജനറേഷൻ ആണ്. 3G ആണ്. 3Gയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി WCDMA, വൈഡ് CDMA, UMTS, CDMA 2000 ആണ്. UMTS ആണ് ഇതിൽ പ്രത്യേകത. ഇവിടെയാണ് ഈ 3Gയിലാണ് വീഡിയോ കോളിംഗ് സ്റ്റാർട്ട് ആവുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 3Gയുടെ ഫ്രീക്വൻസി ബാൻഡ് 2.1 GHz. 4G മെയിൻലി യൂസസ് വിച്ച് മോഡുലേഷൻ ടെക്നിക്സ്? 4Gയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോഡുലേഷൻ ടെക്നിക്സ് QAM ആണ്. ശ്രദ്ധിക്കുക, QAM മോഡുലേഷൻ ടെക്നിക്സ് ആണ് 4Gയിൽ ഉപയോഗിക്കുന്നത്. GSM ഏത് ഡെവലപ്പ് ചെയ്ത ഓർഗനൈസേഷൻ? ETSI. യൂറോപ്യൻ ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് GSM ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി 3G സ്റ്റാൻഡേർഡ്സ് were developed by. 3G സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് IT, ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ അണ്ടറിൽ IMT 2000. ITU അണ്ടർ IMT 2000 ആണ് 3G സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. GSM ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ETSI, യൂറോപ്യൻ ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് 3G സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ITU അണ്ടർ IMT 2000 ആണ്. 4G സ്റ്റാൻഡേർഡ്സ് വരുന്നത് IMT അഡ്വാൻസ്ഡ് ആണ്. 4G സ്റ്റാൻഡേർഡ് വരുന്നത് IMT അഡ്വാൻസ്ഡ് ആണ്. ഇനി വിച്ച് ഓഫ് ദീസ് യൂസസ് CDMA? നോക്കൂ, CDMA ഉപയോഗിക്കുന്ന എവിടെയാണെന്നാണ് ചോദ്യം. GSMൽ CDMA വരുന്നില്ല. TDMAയും FDMന്റെയും കോമ്പിനേഷൻ ആണ്. ഇനി UMTSൽ ഉപയോഗിക്കുന്നത് CDMA ആണ്. WCDMA, വൈഡ് ബാൻഡ് CDMAയിലും CDMA ടെക്നോളജിയാണ്. സോ CDMA ഉപയോഗിക്കുന്ന ടെക്നോളജീസ് UMTS ആൻഡ് WCDMA. GSM വരുന്നില്ല എന്നും ഓർത്തു വെക്കുക. ഓക്കെ, തേർഡ് ജനറേഷനിൽ തൊട്ടാണ് ഈ CDMAയുടെ കാര്യങ്ങൾ വരുന്നത്. The first 4G commercial service started in Sweden in 2008. 4G കമേഴ്ഷ്യൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2008 സ്വീഡനിലാണ്. The first 5G service launched in 2018 ഫസ്റ്റ് 5G സർവീസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി 5Gയില് URLLC എന്തിനാണ് പറയുന്നത്?
URLLC എന്ന് പറഞ്ഞാൽ അൾട്രാ റിലയബിൾ ലോ ലാറ്റൻസി